ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ ഇന്നലെ ഷാനവാസിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ ഇടയിൽ അതിനേക്കാൾ മാരകമായ വേറൊരു ഫിസിക്കൽ അസോൾട്ട് അല്ലെങ്കിൽ മാരകമായ ഫിസിക്കൽ അറ്റാക്ക് അനുവിനെതിരെ നമ്മുടെ ആര്യന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിന്റെ 2 വീഡിയോ ഫുട്ടേജുകൾ നമ്മുടെ ഏഷ്യാനെറ്റ് മുക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ 2 വീഡിയോ ഫുട്ടേജുകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിന്റെ ആദ്യത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഇതിൽ നിന്ന് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ്, ആര്യൻ അനുവിന്റെ കൈ പിടിച്ച് ഇങ്ങനെ വളക്കിയാണ്. ഇതിൽ കൂടുതൽ എന്ത് ഫിസിക്കൽ അസോൾട്ട് ആണുള്ളത്? ഇതിൽ കൂടുതൽ എന്ത് ഫിസിക്കൽ അറ്റാക്ക് ആണുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു മനുഷ്യന്റെ, ഒരു സ്ത്രീയുടെ കൈ പിടിച്ച് വളച്ചു ഒടിക്കുവാണ്. ഇതിനെതിരെ ആർക്കും ഒരു പരാതിയില്ല, ആർക്കും പ്രതികരിക്കേണ്ട ഒരു രീതിയിലുള്ള ആക്ഷനിലോ ഒന്നുമില്ല. ഇതിന്റെ ഇടയിലൂടെ, നെവിന്റെ ഇടയിലൂടെ ഈ മുഖ്യ വിഷയമാണിത്. ഇനി ഒന്നുകൂടെ ഉണ്ട്, അതും കൂടെ കഴിഞ്ഞിട്ട് വേണം ബാക്കിയും കൂടെ പറയാനുള്ളത്. 2ാമത്തെ വീഡിയോയില് നമ്മുടെ നൂറ കൺഫേം ചെയ്യുന്നുണ്ട് എങ്ങനെ ആര്യൻ അനുവിനെ അടിച്ചിട്ടുണ്ടെന്ന് നമ്മുടെ അനീഷിനോട് പറഞ്ഞ് കൺഫേം ചെയ്യുന്നുണ്ട്. അപ്പോൾ അനുവും പറയുന്നുണ്ട് എനിക്ക് ഇതിനേക്കാളും ഇഷ്ടം പോലെ അല്ലാതെ തന്നെ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഒന്നും അല്ല എന്ന് പറഞ്ഞിട്ട് അനു നിസ്സാരമായിട്ട് ആ വിഷയത്തിനെ തള്ളിക്കളയാണ്. ആ 2ാമത്തെ വീഡിയോ കൂടെ കണ്ടിട്ട് അതിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഞാൻ പറഞ്ഞു തരാം, നിങ്ങളൊന്ന് വീഡിയോ കാണും. എന്താണ് നിങ്ങൾ കാണിക്കുന്നത്? എല്ലാവരും ലിവിംഗ് റൂമിൽ വന്നിരിക്കുക. 2ാമത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം, ഒരു അടിയുടെ സൗണ്ട് നമുക്ക് നല്ല പോലെ കേൾക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. നല്ല അടിയുടെ സൗണ്ട് കേൾക്കുന്ന സമയത്ത് ക്യാമറ വേറെ ആംഗിളിലേക്ക് മാറ്റും. അതായത് വേറെ ആംഗിളിലുള്ള ക്യാമറ ഫുട്ടേജ് ആയിരിക്കും നമുക്ക് ലൈവിൽ കാണിച്ചു തന്നിരിക്കുന്നത്. അവിടെ കൃത്യമായിട്ട് അനുവിനെതിരെ ആര്യന്റെ ഭാഗത്തു നിന്ന് നല്ലൊരു ഫോഴ്സ്ഫുള്ളി അടി ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇത് രണ്ടും ഇതിനേക്കാൾ വലിയൊരു വിഷയം അവിടെ നടക്കുന്നതുണ്ട്. അതായത് ഷാനവാസിന് അപ്പം ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നല്ലോ ആ സമയത്ത് അവിടെ. അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു വിഷയമായിട്ട് അനു ഉയർത്തി പിടിച്ചില്ല. അത് കാരണം അനുവിന്റെ നല്ല മനസ്സായിരിക്കും. കാരണം അതിനേക്കാളും വലിയൊരു പ്രശ്നമാണല്ലോ ഷാനവാസിനുണ്ടായിരിക്കുന്നത്. ഹോസ്പിറ്റലിലേക്ക് എങ്ങനെയെങ്കിലും കൊണ്ടുപോകുക എന്നുള്ളതാണല്ലോ നടന്നിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഈ വിഷയം അത്ര പൊങ്ങി വരാഞ്ഞത്. ഇതിലെന്താ നടക്കാൻ പോകുന്നതെന്ന് അറിയാവോ? ഈ വിഷയമൊന്നും ആരും ഒരു കാരണവശാലും മൈൻഡ് ചെയ്യത്തില്ല. ഇത് നൈസായിട്ട് അക്ബറിനെയും ആര്യനെയും നെവിനെയും ഇതാക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ബിഗ് ബോസ് ടീമിന്റെ ഇത്. സോ നാളെ വീക്കെൻഡിൽ ഇത് എന്ത് നടക്കുമെന്ന് അറിയാവോ? നാളെ വീക്കെൻഡിൽ നൈസായിട്ട് ഏഷ്യനെറ്റ് നെവിനെ ബലിയാടാക്കും. നെവിനെ ബലിയാടാക്കിയതിനു ശേഷം ആര്യനെയും അക്ബറിനെയും സേഫ് സോണിലേക്ക് ആക്കുകയും ഇവർ രണ്ടുപേരും ഒന്ന് നൈസായിട്ട് തടവി വിടുകയും ചെയ്യും. കാരണം ഇപ്പം ഈ ഒരാഴ്ചത്തെ നെവിന്റെ ആക്ട് കാരണം, അക്ബറിന്റെയും ആര്യന്റെയും ആക്ട് കാരണം കംപ്ലീറ്റ് പ്രേക്ഷകരും ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏഷ്യനെറ്റ് വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ബിഗ് ബോസ് ടീമിൽ ലാലേട്ടൻ ഉൾപ്പെടെയുള്ളവർ എത്തിച്ചേരുക. അതുകൊണ്ട് ഇവർക്കെതിരെ ആക്ഷൻ എടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നെവിനെതിരെ പൊട്ടിത്തെറിക്കേണ്ടിയും വരും. അപ്പം ഈ പൊട്ടിത്തെറിയിലിടയിൽ ഇവൻ എന്തായാലും ബലിയാടാവുമല്ലോ. അതിനിടയിൽ ഈ വിഷയം പൊങ്ങി വരാതിരിക്കാനാണ് ഈ വീഡിയോ മുക്കിയത്. അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു വിഷയമാകത്തില്ല. അതല്ലെങ്കിൽ ഇത് എത്ര കോലാഹലം സൃഷ്ടിക്കേണ്ട ഒരു വിഷയമാണ്. ഒരു പെൺകുട്ടിയുടെ കൈ പിടിച്ച് വളച്ചൊടിക്കുക, അവളെ അടിക്കുക എന്നൊക്കെ പറയുന്നത് ഏത് തരത്തിൽ പ്രശ്നമാവേണ്ട ഒരു വിഷയം എന്ന് ആയിരിക്കും. കേസ് വരെ ആകേണ്ട ഒരു വിഷയമല്ലേ. ഈ വിഷയം നാളെ പൊങ്ങി വരാൻ പോകുന്നില്ല. നാളെ ബലിയാടാൻ പോകുന്നത്, ഈ ആഴ്ചത്തെ ബലിയാടാകാൻ പോകുന്നത് നമ്മുടെ നെവിനായിരിക്കും. സ്റ്റിൽ അക്ബറിനെയും ആര്യനും സേഫ് സോണിലായിരിക്കും. പക്ഷെ അവരൊന്ന് തലോടി വിടും എന്നുള്ളത് ഉറപ്പാണ്. കാരണം നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് തലോട് വിടുന്നതല്ലാതെ പ്രത്യേകിച്ച് ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇതിനെതിരെ നമുക്ക് ഇങ്ങനെ ഘോരം വാദിക്കാന്നല്ലാതെ ഏഷ്യനെറ്റിന്റെ ഭാഗത്തുനിന്നോ ബിഗ് ബോസ് ടീമിന്റെ ഭാഗത്തുനിന്നോ ലാലേട്ടന്റെ ഭാഗത്തുനിന്നോ പ്രത്യേകിച്ച് നടപടികളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇനിയിപ്പോൾ നെവിനെതിരെയും ഒരു ആക്ഷൻ എടുത്തില്ലെങ്കിലും എനിക്ക് സത്യം പറഞ്ഞാൽ അത്ഭുതം ഒന്നും ഉണ്ടാകാൻ പോടില്ല. അടുത്ത ആഴ്ച വേണമെങ്കിൽ നെവിൻ പണപ്പെട്ടിയായിട്ട് അവിടുന്ന് പോയാലും ലക്ഷങ്ങളുമായിട്ട് പോയി കഴിഞ്ഞാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. അങ്ങനെയാണ് ബിഗ് ബോസിന്റെ പോക്ക്. ഇനി ഇന്നത്തെ കാര്യം പറയാം. ഇനിയിപ്പം ഒരു 7ാമത്തെ ടാസ്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 7ാമത്തെ ടാസ്ക് കഴിയുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ പോയിന്റുമായിട്ട് ഇപ്പോഴും നമ്മുടെ നൂറ തന്നെയാണ് മുന്നിൽ. ആര്യനുമായിട്ട് ഏകദേശം 6 പോയിന്റ് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രി നടക്കാൻ വേണ്ട ലാസ്റ്റ് ടാസ്ക് ആയിട്ടുള്ള കാർ ടാസ്ക് ഉണ്ടല്ലോ, അതിൽ ഇനിയിപ്പോൾ അഥവാ ഏറ്റവും ആദ്യം തന്നെ നൂറ പുറത്താകുകയാണെങ്കിൽ തന്നെ നൂറയ്ക്ക് പ്രശ്നമില്ല. ടിക്കറ്റ് ഫിനാലേക്കുള്ള എൻട്രി ഉറപ്പാണ്. സോ ടിക്കറ്റ് ഫിനാലെ ആദ്യ കണ്ടസ്റ്റന്റ് ആയിട്ട് വരാൻ പോകുന്നത് വീക്കെൻഡിലേക്കല്ല, നമ്മുടെ ഗ്രാൻഡ് ഫിനാലെ വീക്കിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ആദ്യ കണ്ടസ്റ്റൻസ് നൂറ ആയിരിക്കും എന്നുള്ളത്
99.99% അല്ലെങ്കിൽ 100% ഉറപ്പാണ്. ഇതൊക്കെയാണ് ഇപ്പോഴും വരെ നടക്കുന്നത്. ഇനി എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് എപ്പിസോഡിന് ശേഷം കാണാം. അതിനു മുമ്പ് ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.